തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയാണ്. ആദ്യം എൽദോ പോൾ പുതുശ്ശേരിയാണ് ചേരുന്നത്. എൽദോ, പേരൂർക്കടയിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രത്യേകമായി കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഈ പേരൂർക്കടയിൽ നിൽക്കുന്ന എൽദോയ്ക്ക് ഇപ്പോൾ അവിടെ എത്രത്തോളം ആവേശമുണ്ട്? നല്ല ചൂടാണ്. ആ ചൂടുകാലത്തും പ്രവർത്തകരുടെ ഒരു ഒഴുക്കിന് കുറവുണ്ടോ എൽദോ? ടൗണിന് ഒത്ത നടുവിലാണ്. പലയിടത്തു നിന്നും മൂന്ന് മുന്നണികളെയും പ്രവർത്തകർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരിടത്ത് നമുക്ക് കാണാം, അവിടെ കാവടി കാണാം, മറ്റൊരിടത്ത് DJ സംഘം കാണാം. അങ്ങനെ തപ്പുണ്ട്, തകിലുണ്ട്, നേരത്തെ അകർ സൂചിപ്പിച്ചതുപോലെ ചെണ്ടവാദ്യങ്ങളുണ്ട്, DJയുടെ അകമ്പടി. അങ്ങനെ ഏത് വിജയനെയൊക്കെ ഈ കലാശക്കൊണ്ട് കുട്ടിക്കലാശം ഒന്ന് ഒഴിപ്പിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പേരൂർക്കടയിലാകമാനം കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അത് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തകർ അണിനിരക്കുന്ന കാഴ്ചയിലാണ്. പോലീസ് വലിയ തോതിൽ പാടുപെടുന്നുണ്ട് എല്ലായിടത്തും പ്രവർത്തകരെ ഒന്ന് നിയന്ത്രിക്കാനായി. നമുക്ക് നേരെ പിന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പിന്തുണയുമായി എത്തിയ പ്രവർത്തകർ. അവർ ആട്ടുപാട്ടവുമായി എത്തുകയാണ്. സിപിയുടെ കൊടിതോരണങ്ങളാണ് ഏറ്റവും മുന്നിൽ കാണുന്നത്. പക്ഷേ വലിയ തോതിലുള്ള വാദ്യോപകരണങ്ങളൊന്നും പേരൂർക്കടയിലേക്ക് എത്തിയിട്ടില്ല. LDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വം ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ കൊട്ടിക്കലാശം ഏറ്റവും കൂടുതൽ വർണ്ണാഭമാക്കാൻ ശ്രമിക്കുന്നത് NDAയും ഒപ്പം UDFുമാണ് പേരൂർക്കടയിൽ എന്നുള്ളതാണ് അതിന്റെ സാക്ഷ്യം. പക്ഷേ ഉടൻ തന്നെ കൂടുതൽ LDF പ്രവർത്തകർ എത്തുമെന്നുള്ള പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു. ചേട്ടാ, എത്രത്തോളം ആവേശത്തിലാണ്? എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട്? ആണല്ലേ? ഓക്കെ, നമുക്കവിടെ എന്റെ നടുവിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ ഈ കൊട്ടിക്കലാശത്തിനെത്തിയ അതിന്റെ നടുവിലായിട്ട് അവിടെ തപ്പും തകിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ ഒരു ആത്മവഴികളൊക്കെ കാണാൻ കഴിയുന്നു. ചേച്ചി, പന്ന്യൻ ജയിക്കോ? പന്ന്യൻ ജയിക്കില്ലേ? ഉറപ്പാണ്. ചേച്ചി വാ, ഇവിടെ ഒരുപാട് ആഘോഷമുണ്ട്. എങ്ങനെയാണ് ചേച്ചി തെരഞ്ഞെടുപ്പിന്റെ ആവേശം? തകർക്കും. ഓക്കെ ചേച്ചി, പന്ന്യനാണ് ജയിക്കില്ലേ? ആവേശം കുറവുണ്ടോ? ശബ്ദമൊക്കെ പോയല്ലേ? ഓക്കെ, ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർത്തുവിളിക്കുന്ന പ്രവർത്തകരെ അണികളെയാണ് കാണാൻ കഴിയുന്നത്. ഇത് പന്ന്യൻ കാഴ്ചകളാണ്. അപ്പുറത്തേക്ക് പോയാൽ അവിടെ ശശി തരൂരിന്റെ അണികളും അവിടെ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. ശശി തരൂരിന്റെ അണികളും അവിടെ തൊട്ടപ്പുറത്തേക്ക് നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാഴ്ച. നാളെ പേരൂർക്കടയിലേക്ക് ഇങ്ങനെ പ്രവർത്തകർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ വലിയ കൊടിതോരണങ്ങളുമായിട്ടാണ് ശശി തരൂർ തന്റെ കൊട്ടിക്കലാശം അത് വർണ്ണാഭമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. കൊട്ടിക്കലാശത്തിലേക്ക് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കാവടിയുമായെത്തി അതിനെ ഏറ്റവും നിറപ്പായിട്ടാണ് ശ്രമിക്കുന്നു. ഒപ്പം സംഗീത DJയുടെ അകമ്പടി ഈ കൊട്ടിക്കലാശത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കൊട്ടിക്കലാശത്തിൽ ഉണ്ടാകുമെന്ന് കാത്തിട്ട് കാണാമെന്നാലും ഒരുപാട് പ്രവർത്തകർ ഇനി എത്തിച്ചേരാനുള്ളതേ ഉള്ളൂ. ഇനി എത്തിച്ചേരാനിരിക്കുന്നതേ ഉള്ളൂ. NDAയുടെയും UDFന്റെയും ഒപ്പം LDFന്റെയും പ്രവർത്തകർ ഒന്നൊന്നായി പേരൂർക്കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പലവിധമായ കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഉത്സവകാംക്ഷ ഉത്സവാന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ്. ഇത് നമുക്കറിയാം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്നാൽ രാജ്യം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. കേരളത്തിലെ സൂപ്പർ സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നാണ്. അവിടുത്തെ കുട്ടിക്കലാശമായിട്ട് തന്നെ അതിന് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള തീവ്രതയും ഏറ്റവും വാർഷികമെന്നുള്ളതാണ് സംഭവം. അവിടെ ചേട്ടാ, ഇവിടെ എന്താ സംഭവം? ഇതെന്താ നമ്മുടെ ചെണ്ടയാണോ? എങ്ങനെ ഫ്യൂഷനാണോ? രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെ ജാസും ചെണ്ടയും? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടോ, ചെണ്ടയുണ്ട്, അവിടെ ജാസും സൗണ്ട് ഒക്കെ ആയിട്ട് വേറൊരു സംഗീതാത്മകമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് യൂത്തിനെ ഇളക്കി മറിക്കുന്ന തരത്തിൽ പരമാവധി ശബ്ദവും അതിന്റെ വിന്യാസത്താൽ സംഗീതാത്മകമാക്കാനുള്ള ശ്രമം അത് എല്ലാ സ്ഥാനാർത്ഥികളും നടത്തുന്നു. ഒപ്പം തന്നെ കാവടിയുടെ കാഴ്ചകൾ, വർണ്ണപ്പകിട്ടാർന്ന ബലൂണുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇങ്ങനെ പേരൂർക്കടയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഇടതു വലതു മുന്നണികൾക്കൊപ്പം NDAയും അവരുടെ കരുത്ത് കാണിക്കുകയാണ്. കിരൺ.
എന്തായാലും അവിടെ നിന്ന് വിനോദ് കൂടി ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. വിനോദേ, നിങ്ങൾ രണ്ടുപേരും ഈ വലിയ ബഹളത്തിന്റെ വലിയ ആഘോഷത്തിന്റെ നടുവിലാണെന്നറിയാം. എങ്ങനെയാണ്, ഏത് പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് വിനോദ് ഉള്ളത്? എന്താണ് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ? അഭിലാഷ്, കിരൺ, നമ്മൾ പേരൂർക്കടയിലാണുള്ളത്. നമുക്ക് ഇവിടുത്തെ ഒരു ആകാശ ദൃശ്യത്തിലേക്ക് പോകാം. എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ ഇവിടേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. എൽദോ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. 3 മുന്നണികളുടെയും പ്രവർത്തകർ 3 മണി മുതൽ 6 മണി വരെയാണെങ്കിൽ കൂടിയും വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പൂക്കാവടി, തെയ്യം, അതുപോലെ ഫ്ലോട്ടുകൾ തുടങ്ങി വിവിധ കലാരൂപങ്ങൾ, കൊടിതോരണങ്ങൾ, ആകെ ഉത്സവാന്തരീക്ഷം. അതായത് തിരഞ്ഞെടുപ്പ് പോളിംഗിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തങ്ങളുടെ പരമാവധി ശക്തിയും പ്രകടനവും അത് ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുക. ഇതൊരു ആവേശത്തിൻ്റെ കാഴ്ച കൂടിയാണ്, ഒരു എനർജിയുടെ ഫുൾ എനർജി. ഇത്രയും ദിവസം നടത്തിയ പ്രചരണം, ഏതാണ്ട് 43ഓളം ദിവസം നീണ്ടുനിന്ന പ്രചരണമാണ് കേരളത്തിൽ. 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ആ നിലയ്ക്കുള്ള പ്രചരണം അതിന്റെ പരിസമാപ്തി എന്ന നിലയിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുമോ? അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികൾ എത്തുമെന്ന് തന്നെയാണ് ഇതിൻ്റെ നേതാക്കൾ, ജില്ലാ നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി ഇതിൻ്റെ അവസാന ലാപ്പ്, ഇതിൻ്റെ ശബ്ദ പ്രചരണത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ സ്ഥാനാർത്ഥികൾ തന്നെ ഇവിടേക്ക് നേരിട്ടെത്തും. പ്രവർത്തകരെ ആവേശത്തിലാക്കും. ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് അത് നൽകുന്ന ഊർജം മറ്റൊന്നാണ്. ആ സ്ഥാനാർത്ഥികൾ ഈ 1 മാസക്കാലത്തിലധികം നീണ്ട, ഏതാണ്ട് 43 ദിവസത്തോളം നീണ്ട പൊരി വെയിലിൽ പല സ്ഥലങ്ങൾ, തീരദേശമാകട്ടെ, മലയോര മേഖലയാകട്ടെ, മറ്റ് കാർഷിക മേഖലയാകട്ടെ, ടെക്കികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ, നഗര കേന്ദ്രീകൃത പ്രദേശങ്ങൾ, അങ്ങനെ സ്ഥാനാർത്ഥികൾ അവർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഹാട്രിക് വിജയം നേടിയ പന്ന്യൻ രവീന്ദ്രന് ഒത്ത എതിരാളി എന്ന നിലയ്ക്ക് BJP അവതരിപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ, നേരത്തെ തന്നെ ഇവിടെ ജനപ്രതിനിധിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ, ഓരോ വ്യക്തിത്വവും ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് പരിശോധിക്കാനുള്ള, അവർക്ക് ഓരോ കാര്യങ്ങളും പരിഗണിക്കാവുന്ന തരത്തിലുള്ള മികച്ച സ്ഥാനാർത്ഥികളെയാണ് മുന്നണികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ആരെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന ചോദ്യം. വിനോദിലേക്ക് തന്നെ മടങ്ങി വരാം. നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞാൽ അഭിലാഷ തൊട്ടടുത്ത് ആറ്റിങ്ങലുണ്ട്. വലിയ ത്രികോണ പോരാട്ടം അവിടെ നടക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ വിശേഷങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുണ്, എവിടെയാണ് ആറ്റിങ്ങലിൽ ഈ അവസാനം കുട്ടിക്കലാശം നിൽക്കുന്നത്? എവിടം വരെയായി അവിടുത്തെ ഒരുക്കങ്ങൾ? തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് സംസ്ഥാന തലസ്ഥാനത്ത് വീറും വാശിയുമുള്ള പോരാട്ടം. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. വിശ്വപൗരൻ തുടർച്ചയായി വിജയിച്ചു കയറുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നത്. അതിന് തടയിടാനായി പന്ന്യൻ രവീന്ദ്രനെ പോലെ മുൻപരിചയമുള്ള മുൻ MP കൂടിയായിരുന്ന പന്ന്യൻ രവീന്ദ്രൻ, അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ കൂടി എത്തിയതോടെയാണ് കളം മുറുക്കിയത്. ഇപ്പോൾ ഈ കലാശക്കൊട്ടിൽ തന്നെ, ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നു. 3 മുന്നണികളും അതിശക്തമായ പ്രചാരണം നടത്തി അതിന്റെ പാരമ്യത്തിലേക്ക്, കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ 3 മുന്നണികളും ഇതാ ഈ കലാശക്കൊട്ടിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച പേരൂർക്കടയിലാണ്. പേരൂർക്കടയിൽ നിന്നാണ് ഇനിയിപ്പോൾ